കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ഇളനീരാട്ടത്തിന് വേണ്ടിയുള്ള ഇളനീർവെപ്പ് അക്കരെ കൊട്ടിയൂരിൽ നടന്നു. ഇളനീരാട്ട ചടങ്ങിനായി ഇളനീർവെപ്പിന് വ്രതം നോറ്റ് ആയിരക്കണക്കിന് ഭക്തരാണ് ഇളനീർക്കാവുമായി കാൽനടയായി കൊട്ടിയൂരിൽ എത്തിച്ചേർന്നത്. ഇളനീരാട്ടം ഇന്ന് നടക്കും. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ജന്മാവകാശികളായ തണ്ടയാന്മാർക്കാണ് ഇളനീർ വെപ്പിനുള്ള അവകാശം. ആയിരക്കണക്കിന് ഭക്തരാണ് ഇളനീർക്കാവുകൾ സമർപ്പിച്ചത്. എരുവെട്ടി വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്നും എരുവെട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി ഇന്നലെ വൈകിട്ടോടെ കൊട്ടിയൂരിലെത്തിച്ചേർന്നു. വിവിധ മഠങ്ങളിൽ നിന്നും ദീർഘദൂരം നടന്ന വ്രതശുദ്ധിയോടെ കൊട്ടിയൂരിലെത്തിയ ഭക്തന്മാർ ഇളനീർക്കാവുകളുമായി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ബാവലിപ്പുഴക്കരയിൽ ഇളനീർ വെപ്പിനുള്ള മുഹൂർത്തം കാത്തിരുന്നു. രാത്രിയിലെ പൂജയും ശ്രീഭൂതബലിയും കഴിഞ്ഞതോടെ കാര്യത്ത് കൈക്കൊള്ളാൻ തിരുവൻചിറയിലെ കിഴക്കേ നടയിൽ തട്ടും പോളയും വിരിച്ചു. തുടർന്ന് കുടിപ്പതിക്കാരനവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചതോടെ ഇളനീർ വെപ്പ് ആരംഭിച്ചു. ബാവലിപ്പുഴയിൽ ഇളനീർക്കാവുമായി മുങ്ങിയെണീറ്റ് സന്നിധാനത്തെ കോടിയെത്തി 3 തവണ വലം വെച്ചതിനു ശേഷം ഇളനീർക്കാവുകൾ പെരുമാൾക്ക് സമർപ്പിച്ചു. ജനം, കൊട്ടിയൂർ.